കേരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഒന്ന്, ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട രണ്ട് വിഷയങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് സാർ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയുടെ ഫ്രീ ട്രേഡ് സാർ 10 ലക്ഷം വരുന്ന ക്ഷീര കർഷകർക്ക് പാലിന്റെ വില പകുതിയാവുന്ന, മറ്റു മേഖലകളിൽ വിലയിടിയുന്ന, ഇന്ത്യയുടെ മത്സ്യമേഖലയും എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്ന ട്രംപിന്റെ കരാറിന് ഒപ്പിട്ടിട്ട് പ്രധാനമന്ത്രി നിൽക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാതെ മനഃപൂർവ്വം ഇത് ചർച്ച ചെയ്യുന്നില്ല. സാർ ഇവർ പറഞ്ഞു, സാർ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്നതോടെ കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും. കാരണം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണമെന്ന്. സാർ, ധവളപത്രം ഇറക്കണ്ട, ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ്. ഇവിടെ നല്ലപോലെ പഠിച്ച് സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ. സാർ, ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ഇതാരും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സമീപനമാണ്. ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് കേരളത്തോടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം ഈ നാട്ടിലേക്ക് തെറ്റാണെന്ന് പറയാം.